നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇന്നലത്തെ ദിവസം വളരെ നിർണായകം എന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. സമ്പൂർണമായിട്ടുള്ള കീഴടങ്ങൽ, അതല്ലാതെ ഒന്നും പരിഗണിക്കില്ല എന്ന് ആവർത്തിച്ചുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഇറാനിൽ എണ്ണ ശുദ്ധീകരണശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3ഓളം എണ്ണ ശുദ്ധീകരണശാലകൾ കത്തിയെരിഞ്ഞ് എണ്ണമഴ പെയ്യുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരാഘാതമാണോ ഇന്നലത്തെ രാത്രി ഇറാന് നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. മാത്രമല്ല, ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അത്രയും വലിയൊരു ആക്രമണം നടത്തുമെന്നുള്ളത്. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകും തോന്നുന്നില്ല. കാരണം കുറെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ യുദ്ധം പോലെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പോകും തോന്നുന്നില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നത് ട്രംപിന്റെ ഒരു പക്ഷേയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ഒരു ഇതേപോലെ ഇപ്പം പണ്ട് ലിബിയയിൽ ചെയ്ത പോലെയും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചെയ്ത പോലെയും അവിടെ തോൽപ്പിക്കാനായില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് മൊത്തം അവിടെ ഇറാഖിലൊക്കെ കണ്ടതുപോലെ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു പാതി വിജയമാണ്. ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫ്രണ്ടുകളിലാണ്. എക്കണോമിക് ബേസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇറാന്റെ വലിയൊരു റവന്യൂ സ്രോതസ്സാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ അറ്റാക്ക് ചെയ്യുന്നു, മിസൈൽ ലോഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഗോളിലോട്ട് ട്രംപിന് എത്തുക വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ജിയോഗ്രഫിയാണ്. അത്ര എളുപ്പത്തിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല. ഒരു ഭാഗത്ത് മുഴുവൻ വലിയ മലകളാണ്, മറുഭാഗത്ത് ഒരു മരുഭൂമിയാണ്. അപ്പൊ ഈ വഴിയൊക്കെ കയറി ചെന്ന് അവിടെ കമ്മ്യൂണിക്കേഷൻ പോലും വർക്ക് ചെയ്യാത്ത ചില മേഖലകളുണ്ട്. അപ്പൊ അതൊന്നും അത്ര എളുപ്പത്തിൽ പോസിബിൾ അല്ല. ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ റെജീം ചേഞ്ച് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ശ്രമം തുടരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യുദ്ധം തുടരും എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ട്രംപ് മുമ്പ് കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്നൊരു ട്വീറ്റിലൂടെ പറയുകയാണ് ഈ യുദ്ധം അവസാനിച്ചു, നിങ്ങൾ കരുതുന്ന പോലല്ല, ഞങ്ങൾ ഇന്റേണലി എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ഒരു വിജയമാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പിന്മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. ഒടുവിൽ റെജീം ചേഞ്ച് നടക്കാൻ പോകുന്നത് ഇറാനിലായിരിക്കുകയല്ല, അത് നടക്കാൻ പോകുന്നത് അമേരിക്കയിലും ഇസ്രായേലിലും ആയിരിക്കും. 2026 നവംബറിൽ നെതന്യാഹു വീഴും, 28 ട്രംപും വീഴും എന്നുള്ള നിലയിലേക്ക് പോകും. അതുകൊണ്ട് തൽക്കാലം ഇന്നലത്തെ വലിയ ഡാമേജ് തന്നെയാണ്. പക്ഷെ ഇറാനെ ഇപ്പൊ ഡ്രോൺസ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടൊന്നും പെട്ടെന്ന് അവർ കീഴടങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഗൾഫ് മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുന്നോട്ട് പോകും തോറും അവര് ഇപ്പൊ ഇതുവരെയുള്ള അവരുടെ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഈ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലല്ല, ജീവിതത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന രീതി, അല്ല ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഡീസാലിനൈസേഷൻ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്തു. നമ്മളത് നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഇപ്പൊ ഖത്തർ പോലുള്ള സ്ഥലം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. അപ്പൊ ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞാൽ 95% വെള്ളവും ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ വരുന്നതാണ്. അപ്പൊ ആ ഡീസാലിനേഷൻ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു വാട്ടർ സോഴ്സ് പെട്ടെന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒക്കെ കിട്ടുന്നതിന്റെ 40% മഴയാണ് ബെർലിനും ഖത്തറിലും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ പുഴകളില്ല, അരുവികളില്ല, ഫ്രഷ് വാട്ടർ ലേക്കുകളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ഗ്രൗണ്ട് വാട്ടർ ഒന്നും സോഴ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാത്രമല്ല, ഈ ഡീസാലിനേഷൻ പ്ലാന്റുകൾ പലതും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ, GCC രാജ്യങ്ങളിലൊക്കെ തന്നെ പവർ പ്ലാന്റുകളുമായിട്ട് ഇന്റർട്വൈൻഡ് ആണ്. അതായത് ഒരേ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് ഓടുന്നത്. അപ്പൊ അതിനെ ബാധിക്കുമ്പം അത് കറണ്ടിനെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളെ കൊന്നു വീഴ്ത്തുക എന്നുള്ളതല്ല ഇറാന്റെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം നിത്യജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഡീസാലിനേഷൻ പ്ലാന്റ് പോലെ അല്ലെ ഇലക്ട്രിസിറ്റിക്കൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരാണ്. അല്ലാതെ തൽക്കാലം ജീവന ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും ഉള്ള മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അതിനെ പ്രതിരോധിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബി ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ വരുന്ന മിസൈലുകളെ, ഡ്രോണുകളെ എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൃത്യമായ ഇടവേളകളിൽ അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ആ പ്രിക്കോഷൻസ്, വേണ്ട സമയങ്ങളിൽ പ്രിക്കോഷൻസ് എടുക്കാൻ ഈ അറിയിപ്പുകൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും നേരത്തെ ശ്രീ ബഹ്റൈനിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പോഴും നല്ല സുരക്ഷിത തന്നെയാണ് കഴിയുന്നത്.
പക്ഷെ അതേസമയം തന്നെ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ എല്ലാവരെയും അത് അലേർട്ട് മെസ്സേജ് വഴി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭീഷണി ഒഴിവായി കഴിഞ്ഞാൽ ആ വിവരവും ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, സ്വദേശികളെയും വിദേശികളുമായിട്ടുള്ള എല്ലാവരെയും കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാത്ത ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ ഇവിടുത്തെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. സംഭവവികാസങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങുന്നത്. പക്ഷേ ആ എല്ലാ അനിശ്ചിതാവസ്ഥകളെയും മറികടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭരണ സംവിധാനം അതിനെ നേരിടാൻ വേണ്ടി സജ്ജരായി എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമുക്കറിയാം, ഈ രാജ്യത്ത് ഉൾപ്പെടെ ഈ ഗൾഫ് മേഖലയിലൊക്കെ ഒരുപക്ഷെ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ താമസക്കാരായിട്ട് ഉള്ള ഒരു സംവിധാനമാണുള്ളത് ജനസംഖ്യയിൽ. പക്ഷേ അതിൽ യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും സുരക്ഷിതത്വം ഒരുപോലെ ഉറപ്പാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ സംവിധാനം വല്ലാതെ മികവ് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം ആയിട്ട് പോലും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്ന എല്ലാ മനുഷ്യരെയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാർ സംവിധാനം അത് ഉടനെ തന്നെ അറേഞ്ച് ചെയ്തു എന്നുള്ളതും വളരെ അവരുടെ എല്ലാം വിഷമം പരമാവധി ലഘൂകരിക്കുന്നതിൽ അതൊരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരള ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലോക കേരള സഭാംഗങ്ങൾ മുഖേന ഈ എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ഈ പറയുന്ന മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഘർഷാവസ്ഥ അയഞ്ഞു വന്ന് സാധാരണ നിലയിൽ എത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ UAE-യിലും അല്ലെങ്കിൽ GCC-യിലും എല്ലായിടത്തുമുള്ള പ്രവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ നമ്മളുടെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നമുക്കൊപ്പം പങ്കെടുക്കുന്നത്. നിരവധിയായിട്ടുള്ള പ്രവാസികളുള്ള നാടാണ് നമ്മുടേത്. ഒരുപാട് ആശങ്കകൾ എന്തവിടെ നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. അവർ നൽകുന്ന വിവരങ്ങൾ ഓരോ പ്രേക്ഷകനെയും സംബന്ധിച്ച് ആശ്വാസകരമാകും എന്നതാണ് ഞാനും കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുള്ളത്, സിക്സർ അടിച്ച് സഞ്ജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.